Watch India's largest kids library only on Jio Hotstar. Download the app now. എന്താണ് സാർ വേണ്ടത് പറയൂ. നിങ്ങൾ ആരാണ്? എന്താണ്? അയ്യോ, നിങ്ങളുടെ മുഖം എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? പറയൂ. സാറെന്തായി കാണിക്കുന്നേ? സാറേ, ഇത്രയും പണം എന്തിനെടുക്കുന്നേ? വല്ല അത്യാവശ്യം വല്ലതും വന്നോ? എനിക്ക് ഇപ്പോഴാണ് മെയിൻ ബ്രാഞ്ചിൽ നിന്ന് ഫോൺ വന്നത്. ഈ ക്യാഷ് മുഴുവനും അവിടെ കൊണ്ട് കൊടുക്കണമെന്നാണ് ഓർഡർ. ഞാൻ ഇതുകൊണ്ട് കൊടുത്തിട്ട് വരാം. അല്ല സാർ, ഇത്ര ധൃതി പിടിച്ച് ക്യാഷെല്ലാം കൊണ്ടുപോകണമായിട്ട് സംശയം തോന്നുന്നുണ്ടല്ലോ. എന്താ ഇങ്ങനെ? ഒരു സെക്യൂരിറ്റി പോലും കൂടെ ഇല്ലാതാണല്ലോ പോകുന്നത്. അല്ല, അതാരാ? അല്ല, അപ്പൊ പണമൊക്കെ എടുത്ത് ഇപ്പൊ പുറത്തേക്ക് പോയത് ആരാ? മാനേജർ സാറേ, എന്താ ഇങ്ങനെ? ഹലോ, എന്താ സാറേ? സാറിനെ പോലെ തന്നെ ഒരുത്തം വന്നിട്ടേ ലോക്കലിലെ പണം മുഴുവൻ എടുത്തിട്ട് പോയി. മെയിൻ ബ്രാഞ്ചിൽ പോണെന്ന് പറഞ്ഞാണ് ഇവിടുന്ന് പോയത്. എന്ത്? ആരായിരുന്നു അത്? പണം മുഴുവനും കൊണ്ടുപോയിരുന്നോ? എനിക്ക് ഓർമ്മയെ വരുന്നില്ലല്ലോ. എനിക്കിപ്പോ ഓർമ്മ വന്നു. ഒരു ആൾ ഇവിടെ വന്നിരുന്നു. അയാളുടെ മുഖം മുഴുവൻ കണ്ണാടി പോലെയായിരുന്നു. സാറേ, അയാളുണ്ടല്ലോ സാറിനെ പോലെ തന്നെയായിരുന്നു അയാൾ. എനിക്ക് അതിശയം തോന്നി. ഹലോ, ഇൻസ്പെക്ടർ ലഡു സിംഗ് അല്ലേ? ഞാൻ വേദാസ് ഇന്റർനാഷണൽ ബാങ്കിന്റെ മാനേജറാ സംസാരിക്കുന്നത്. ഒരു മിററിന്റെ രൂപത്തിലുള്ള മിറർമാൻ ഇവിടെ വന്നിരുന്നു. അയാൾ വന്നതും എന്റെ കണ്ണിൽ ഉറ്റുനോക്കി. പെട്ടെന്ന് അയാൾ എന്നെ പോലെയായി പണം എടുത്തിട്ട് പോയി. ഹലോ ശിവ, ഏതൊരു മിറർമാൻ വന്ന് ബാങ്ക് മാനേജരെ പറ്റിച്ച് ബാങ്കിന്ന് കുറെ പണവും മോഷ്ടിച്ച് ഒരു ചുവന്ന കാറിൽ രക്ഷപ്പെട്ട് പോയിട്ടുണ്ടത്തെ. കുട്ടി, മര്യാദക്ക് വഴിയിൽ അങ്ങോട്ട് മാറ്. എനിക്ക് വണ്ടി കൊണ്ടുപോകണം. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ എന്നാണ് എന്റെ പേര്. അല്ല, ഇതെന്താ? ലഡു സിംഗ് സാർ, സോറി, കള്ളൻ ഓടിപ്പോയി കഴിഞ്ഞു. എനിക്ക് ഈ കാര്യത്തിലൊന്നും വിശ്വാസമില്ല. മിറർ മാൻ എന്ന് പറഞ്ഞ ഒരാള് വരും, അയാൾ ഒരാളുടെ നേരെ നോക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അയാളുടെ രൂപമായിട്ട് മാറുമെന്ന്. ഇതൊക്കെ വെടിയടിക്കല്. പക്ഷേ ബാങ്ക് മാനേജറും ലഡു സിംഗും കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ. എങ്ങനെയെങ്കിലും ലഡു സിംഗ് സാറിനോട് ഒരു കാര്യം പറയണം. അതായത് വേദ സിറ്റിയിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ചെക്കിംഗ് നടത്താനായിട്ട്. അപ്പൊ ആർക്കായാലും നഗരത്തിൽ നിന്ന് പുറത്തേക്ക് പോവാനാവില്ലല്ലോ. നീ പറഞ്ഞത് ചെയ്തു എന്ന് കരുതിയാ മതി. ഞാൻ ഇപ്പൊ തന്നെ തടസ്സം വെക്കാൻ പറയാം. വേണറാം, നഗരത്തിലെ എല്ലാ ചെക്ക് പോസ്റ്റുകളിലും ഒരു തടസ്സം വെക്കാൻ പറയണം. റൈറ്റ് നൗ. വരൂ സാറേ, വരൂ. സാറിന് ഏത് തരം ആഭരണമാണ് വേണ്ടത്? പറയൂ, ഇരിക്കൂ. നെക്ലസ് വേണോ? ജിമിക്ക് വേണോ? മൊയ്ലാളി എല്ലാ ആഭരണങ്ങളും എടുത്തോണ്ട് പോവുകയാണ്. എന്തിന്?
ഈ കാര്യം കണ്ടതായിട്ട് നീ ആരോടും പറയണ്ട. ഞാനിപ്പോ വേറൊരു കടയിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വരെ മലയാളി ഈ കടയിലെ ആഭരണങ്ങൾ എങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തതായിട്ട് കേട്ടിട്ടില്ലല്ലോ. പിന്നെ ഇന്ന് ഇങ്ങനെ പെട്ടെന്ന് ശരി, ഞാനും എന്റെ ഭക്ഷണം കഴിച്ച് ഞാൻ കടയും കട പൂട്ടിയേക്കാം. മലയാളി മലയാളി നിങ്ങൾ ഇങ്ങനെ മലയാളി 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 ലഡു സിംഗ് സാറേ, ഏതോ കള്ളൻ മലയാളിയുടെ രൂപത്തിൽ വന്ന് കടയിലുള്ള എല്ലാ ആഭരണങ്ങളും എടുത്തോണ്ട് ആ ചുമല കാറിൽ ഒളിച്ചോടി പോയി. ഞാൻ പറഞ്ഞ സത്യ. എന്നിട്ട് ഇപ്പൊ മലയാളി മയങ്ങി കിടക്കുക. ശിവ, ആ മിറർമാൻ സ്വർണ്ണക്കടയിൽ കയറി സ്വർണവും മോഷ്ടിച്ച് ചുവന്ന കാറിൽ രക്ഷപ്പെട്ടു പോയി. വീണ്ടും ഒരു തവണ കൂടി ആ കള്ളനെ പിടിക്കുന്ന മുമ്പ് അയാൾ പോയി കഴിഞ്ഞു. ലഡു സിംഗ് സർ, ഐ എം സോറി. ഇത്തവണ മിറർമാൻ എന്റെ കയ്യിൽ കുടുങ്ങിയേനെ. പക്ഷേ അയാൾ എങ്ങനെയോ ഇവിടുന്ന് ഓടി. നിങ്ങള് സുരക്ഷ ഒന്നും കൂടി ബലപ്പെടുത്തൂ. ശിവ, എല്ലാ സ്ഥലത്തും തടസ്സം വെച്ചിട്ടുണ്ട്. ആ മിറർമാൻ ചുവന്ന കാറിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ചുവന്ന കാറ് പൂർണ്ണമായിട്ട് ചെക്ക് ചെയ്യാതെ വിടരുത്. ശ്രദ്ധിച്ചോളണം. ഹലോ, അതെ, ലഡ്ഡു സിംഗ് സാർ ഇപ്പൊ എന്റെ ഫോണിൽ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു ചെക്ക് പോസ്റ്റ് ഇപ്പൊ തന്നെ തുറന്നു വിടാൻ. എല്ലാം തുറന്നുവിടെ. ഈ ഡ്യൂട്ടിയുടെ സമയത്ത് ഈ പേടാറാം കാറിലിരുന്ന് എങ്ങോട്ടാണ് പോകുന്നത്? അല്ല, പേടാറാം ഇവിടെ കിടക്കുകയാണല്ലോ. പേടാറാം സാറേ എഴുന്നേക്ക്, പേടാറാം സാറേ എഴുന്നേക്ക്, സാറേ എഴുന്നേക്ക്. സാറേ, എന്താ ഇവിടെ ഉണ്ടായത്? പേടാറാം സാറേ, സാറിനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരാള് പറഞ്ഞു ലഡ്ഡു സിംഗ് സാറ് എല്ലാവരോടും പോയിക്കൊള്ളാൻ പറഞ്ഞു. ആരെയും ചെക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരെയും പറഞ്ഞയച്ചു. ഇപ്പോഴാണ് അയാള് ചുവന്ന കാറിൽ കയറി പോയത്. എന്ത് പണി കാണിച്ചത് സാറേ? ആ കള്ളൻ രക്ഷപ്പെട്ടിട്ടുണ്ടാവും. ഇനിയിപ്പോ എന്താ ചെയ്യാ? ശിവ, ആ ചുവന്ന കാറിൽ വന്ന കള്ളൻ ചെക്ക് പോസ്റ്റ് വെട്ടിച്ച് ഇവിടുന്ന് രക്ഷപ്പെട്ട് കളഞ്ഞു. ഓടണമെങ്കിൽ ഇപ്പൊ ഓടിക്കോ. അത് കഴിഞ്ഞ് പിന്നീട് ചാൻസ് കിട്ടിയില്ലെന്ന് വരും. കൊട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഇന്നെ പഠിച്ചോ? വേണ്ട ശിവ, ഇനി തല്ലരുതല്ല. എനിക്ക് തല്ലുള്ള ശേഷിയില്ല, അതുകൊണ്ടാ പറയണേ. ഐ എം സോറി. നിങ്ങൾ എന്തുകൊണ്ടാ മിറർമാൻ എന്നതിൽ മുഖം മറച്ചു പിടിക്കുന്നത്? പറയൂ. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു സയന്റിസ്റ്റാ. മിറേഴ്സിൽ ഞാനൊരു റിസർച്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. എക്സ്പെരിമെന്റ് ഫെയിലായി, പിന്നെ എന്റെ മോഹം തന്നെ മിററായി മാറി. ശരിക്കും എന്നെ ഒന്ന് നന്നാക്കാനായിട്ട് ഒത്തിരി അധികം പൈസ ആവശ്യമുണ്ട് എനിക്ക്. സർക്കാർ എന്റെ എക്സ്പെരിമെന്റ് തെറ്റായിട്ടാണ് ധരിച്ചിരിക്കുന്നത്. പൈസ ഒന്നും ഇപ്പൊ അവര് തരുന്നില്ല.
അതുകൊണ്ട് തൊഴിലിനെ സംബന്ധിച്ച് ഞാൻ ഈ വഴി അങ്ങ് സ്വീകരിച്ചു. സർ, നിങ്ങളുടെ അടുത്ത് തെറ്റായ കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ സ്വയം നന്നാവാൻ തെരഞ്ഞെടുത്ത വഴിയും തെറ്റാണ്. ലഡു സിംഗ് സർ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? തീർച്ചയായിട്ടും ചെയ്യും. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ വരെ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം വേണ്ടി വന്നാൽ അവിടുത്തെ ആൾക്കാര് ആദ്യം തന്നെ ലഡ്ഡു സിംഗ് എന്ന എന്റെ പേരാണ് പറയുക. ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ്. Watch India's largest kids library only on Jio Hotstar. Download the app now.